ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ 2025 ആണ്ടിൽ എല്ലാ മേഖലയിലും സമൃദ്ധി നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നതിനായി ഈ സങ്കീർത്തനം നീ നിരന്തരം പ്രാർത്ഥിക്കുക. സമൃദ്ധിയുടെ ദൈവം ഇന്ന് നിന്റെ ഭവനത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി ഈ 2025 ആണ്ട് മുഴുവനും നിന്റെ ഭവനത്തിൽ എല്ലാ മേഖലകളിലും ഭരണം നടത്തി വിജയവും സമൃദ്ധിയും സമാധാനവും നൽകി ഈ പുതുവർഷത്തിൽ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം ഈ വർഷം മുഴുവനും നിങ്ങളോട് ഔദാര്യം കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് വരെയുള്ള നമ്മുടെ പാകപ്പിഴകളിൽ നിന്ന് കർത്താവ് കരുണയോടെ നമ്മെ വീക്ഷിച്ച് നമുക്ക് പാപമോചനം നൽകി അവിടുത്തെ കരുണ നമ്മിലേക്ക് ചൊരിഞ്ഞ് കർത്താവിനെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 2025 ആണ്ടിൽ സകല സമൃദ്ധിയും നൽകുന്ന ഈ സങ്കീർത്തനം നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവായ ദൈവം സാധിച്ചു തരും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വാഴുന്നതിന് വേണ്ടി ഈ 2025 ആണ്ട് മുഴുവൻ നിന്റെ കുടുംബത്തിൽ കർത്താവായ ദൈവം വാഴുന്നതിനു വേണ്ടി, അവിടെ സമൃദ്ധി ചൊരിയുന്നതിനു വേണ്ടി, സമാധാനം നൽകുന്നതിനു വേണ്ടി, രോഗശാന്തി നൽകുന്നതിനു വേണ്ടി, എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകുന്നതിനു വേണ്ടി, സാമ്പത്തിക പുഷ്ടി നൽകുന്നതിനു വേണ്ടി, എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ വർഷമായിരിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുക. നിന്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 7 നിയോഗങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും 2025 ആണ്ട് വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാകാൻ പോകുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 65. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ട ഉടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു.
മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ 2025 വർഷം അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ദാനമായി നൽകുന്ന ഈ വർഷത്തെ കർത്താവേ, അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ 2025 ഞങ്ങളുടെ ദുഃഖങ്ങൾ ഓരോന്നും സന്തോഷമായി മാറുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രതീക്ഷിക്കാത്ത ദൈവാനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ 2025 വർഷം ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ, ബിസിനസ് മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, വരുമാന മാർഗത്തിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങ് ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും ഈ 2025 ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മീയ സൗഖ്യം, ഭൗതികമായ സൗഖ്യം, എല്ലാ മേഖലകളിലും ഞങ്ങൾ സുഖപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല അസ്വസ്ഥതകൾക്കുമുള്ള കാരണങ്ങൾ എടുത്തുമാറ്റി 2024 വന്ന പാകപ്പിഴകളെ മറച്ച് ഞങ്ങൾ പുതുജീവിതം പ്രാപിക്കുവാൻ, നന്മയുടെ വത്സരങ്ങൾ പ്രാപിക്കുവാൻ, സമൃദ്ധിയുടെ വർഷം കൊണ്ടാടുവാൻ ഈ പുതുവർഷത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഞെരുക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും മുൻകൂട്ടി അറിയുന്നതിനും അതിനെ തരണം ചെയ്യാനുള്ള ദൈവ കൃപ പ്രാപിക്കുന്നതിനും ഈ സങ്കീർത്തനത്തിനോടൊത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ഓരോ ഉപദ്രവങ്ങളും, ഓരോ കെട്ടുകളും, എല്ലാ ശാപദോഷ ബന്ധനങ്ങളും, എല്ലാ ആഭിചാര പ്രവർത്തനങ്ങളും, എല്ലാ ദുഷ്ടാത്മാക്കളുടെ പ്രലോഭനങ്ങളും, ദുഷ്പ്രവർത്തിക്കാരുടെ ഇടപെടലും, വഞ്ചകരുടെ സമീപ്യവും കർത്താവേ, ഈ വർഷം ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റി അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ കുരുക്കുകളെയും, എല്ലാ കെട്ടുകളെയും, എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയുവാൻ ഈ 2025 നിന്റെ ശക്തി, നിന്റെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ദൈവമേ, തകർന്ന മനസ്സ് ഉള്ളവർക്ക് സന്തോഷത്തിന് ദിനങ്ങൾ നൽകി നീ ഈ വർഷത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന 7 ആവശ്യങ്ങൾ, 7 അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് ദൈവമേ, നിന്റെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ആവസിക്കണമേ. നിന്റെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ നിറമാടണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ. ദൈവമേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങളും, രോഗാണുക്കളും, അസ്വസ്ഥതകളും വിട്ടുമാറി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കി ഈ പുതുവർഷത്തെ നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അനേക വർഷങ്ങളായി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഈ പുതുവർഷം ഞങ്ങളെ നീ മാനിക്കുകയും രക്ഷിക്കുകയും ചെയ്ത് സമാധാനവും സന്തോഷവും നൽകി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവിടുന്ന് ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന കർത്താവാണല്ലോ. ദൈവമേ, ഈ 2024 വരെയുള്ള ഞങ്ങളുടെ പാപഭാരങ്ങൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, പാപക്കറകൾ എല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഈ പുതുവർഷത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സകല മാലിന്യങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും ഈ പുതുവർഷം ഞങ്ങളെ ആശീർവദിച്ച് നിന്റെ പ്രത്യേക സംരക്ഷണം
സംരക്ഷണ വലയത്തിൽ ഞങ്ങളായിരിക്കുന്നതിനു വേണ്ടി കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. യാതൊരു അകൃത്യങ്ങൾക്കും അടിമപ്പെടാതെ, തിന്മയ്ക്ക് അടിമപ്പെടാതെ രക്ഷകനായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങൾ മോചിതരാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും സംതൃപ്തരായി സന്തോഷത്തോടെ വർത്തിക്കുന്നതിന് കർത്താവേ, സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അങ്ങ് ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല അത്ഭുതങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, 2025 ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, അങ്ങയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് ഞങ്ങളെ ഉയർത്തുന്ന ദൈവം, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സമൃദ്ധി ചൊരിയുന്ന ദൈവം, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും നൽകുന്ന ദൈവം. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ, ഞങ്ങളുടെ അസഹനീയമായ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ അങ്ങ് എപ്പോഴും വാണരുളണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹവും അസമാധാനത്വവും ഭീരുത്വവും അലസകരമായ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ദുഷ്ടവാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഓരോ ദിവസവും ഈ വർഷത്തിൽ ദർശിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കണ്ണുകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ സന്ദർശിക്കണമേ. ഞങ്ങൾ ഇടപഴകുന്ന മേഖലകളെ അവിടുന്ന് സന്ദർശിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവായ ദൈവമേ, അങ്ങ് മരുഭൂമിയിൽ സമൃദ്ധി വർഷിച്ച്, മഴ വർഷിച്ച് അവിടെ സന്തോഷമണിയിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ബലഹീനതകളിലാണ് ദൈവമഹത്വം ദർശിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്നത്. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ഔദാര്യം കാണിക്കുന്ന വർഷമായി ഈ 2025 വർഷത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും വിധേയരാക്കണമേ. ദൈവമേ, അവിടത്തേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. ഈ പുതുവർഷം അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും ഓരോ ദിനവും രാത്രിയും അങ്ങേക്ക് നന്ദി അർപ്പിച്ച് അങ്ങയുടെ സമൃദ്ധിക്കനുസരിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങ് ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, എല്ലാ സമയവും ഞങ്ങളുടെ കാതുകൾ അങ്ങയെ ശ്രവിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാദങ്ങൾ അങ്ങയുടെ വഴിയെ പിൻവരുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 7 ആവശ്യങ്ങളെ നീ കരുണ തോന്നി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹ വർഷങ്ങൾ ചൊരിയണമേ. കർത്താവായ ദൈവമേ, എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി, രക്ഷയും സമൃദ്ധിയും നൽകി എല്ലാ മേഖലകളിലും നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവേ, എല്ലാത്തിനും അങ്ങേക്ക് നന്ദി അർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരി ഈ 2025 വർഷം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യതയും സമാധാനവും നിലനിർത്തി ബന്ധങ്ങളുടെ എല്ലാ കുറവുകളും എടുത്തുമാറ്റി ഞങ്ങൾ പരസ്പരം സന്തോഷിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ആഴമായ സഹോദര ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ നീ ഊട്ടിയുറപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ ആധിപത്യം പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളുടെ ബന്ധങ്ങളെ നീ ഊട്ടിയുറപ്പിക്കണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമേ. കർത്താവേ,
അങ്ങയുടെ സ്നേഹത്തിൻ്റെ കണ്ണികൾ ഒരിക്കലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് പൊട്ടി വീഴാതിരിക്കാൻ അവിടുന്ന് തന്നെ ഞങ്ങളെ കൈകോർത്തു പിടിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വർഷം എല്ലാം കൊണ്ടും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ മാനിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഔദാര്യം കാണിക്കുന്ന കർത്താവാണ് നീ. എൻ്റെ ദൈവമേ, കരുണയോടെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ ഇടപെടണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് സമൃദ്ധിയിലേക്ക് അവരെ നയിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് ഈ 2025 വർഷം ഈ 365 ദിവസവും നിന്റെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരി ദൈവത്തിൽ വസിക്കുന്നതിനും ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. കരുണാമയനായ ദൈവമേ, സമൃദ്ധി നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിനെ എല്ലാം കൊണ്ട് നീ അഭിഷേകം ചെയ്ത് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ഓരോ ദിനവും രാത്രിയും പ്രത്യേകം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്നേക്കുമായി പരിഹാരം നൽകുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നീ കരുണ ചൊരിയണമേ. ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരുടെ ജീവിതത്തിൽ വൻ കൃപകൾ വർഷിച്ച് ഈ 2025 വർഷം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാക്കി, സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും വർഷമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ് സകല സമൃദ്ധിയാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി ഈ 2025 എല്ലാ മേഖലയിലും അനുഗ്രഹവും സമൃദ്ധിയും വിജയവും സംരക്ഷണവും കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവർക്കും നിങ്ങളുടെ വസ്തുവകകൾക്കും കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക്
സമർത്ഥമായി ചൊരിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ ദൈവം കനിവ് തോന്നി ഔദാര്യം കാണിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഈ പുതുവർഷം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ, നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഞങ്ങൾ നേരുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി ഈ വർഷം അനുഗ്രഹിക്കട്ടെ. ആമേൻ.